എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലേ? ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എന്തുണ്ടാവണം? ഒരു മികച്ച പ്ലാനിങ് ഉണ്ടാവണം. ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ജയപരാജയങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളിലൊന്ന് അയാളുടെ പ്ലാനിങ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പ്ലാനിങ് നടത്തുന്നുണ്ട്. പക്ഷേ മികച്ച പ്ലാനിങ് ആണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മികച്ച പ്ലാനിങ് ആണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത കൂടും. എന്നാൽ പ്ലാനിങ് തെറ്റിയാലോ പരാജയപ്പെടാനും ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് വഴുതി വീഴാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും എല്ലാത്തിലും പ്ലാനിങ് വേണമെന്ന് നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് പ്ലാനിങ് എന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ആളുകളുമുണ്ട്. എന്താണ് ശരിക്കും ഈ പ്ലാനിങ് എന്ന് പറയുന്നത്? ദീർഘവീക്ഷണത്തോടെ നമ്മൾ മുൻകൂട്ടി എടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ദീർഘവീക്ഷണത്തോടെ നമ്മൾ മുൻകൂട്ടി എടുക്കുന്ന തീരുമാനങ്ങളെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മളൊരു വീട് പണിയുന്നു എന്ന് കരുതുക. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്ലാനിങ് ഉണ്ട്, അല്ലേ? മുൻകൂട്ടി ഒരു പ്ലാനിങ് ഉണ്ട്. നമ്മുടെ വിവാഹം, നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു എന്ന് കരുതുക. അതിനൊരു പ്ലാന് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. കുട്ടികളുടെ ഭാവി, അവരുടെ പഠനം, അതുമായി ബന്ധപ്പെട്ടിട്ടും നമുക്ക് എന്തുണ്ടാവും? ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. നമ്മളൊരു യാത്ര പോകുന്നു എന്ന് കരുതുക. ആ യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടും കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ പ്ലാനിങ് കണ്ടെത്താറുണ്ട് എന്നുള്ളതല്ല നമ്മൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്ലാനിങ് ഉണ്ടാവണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ വന്നിരുന്നതിന് ശേഷമല്ല ഞാൻ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് മുമ്പേ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിരുന്ന് ഞാൻ ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, എന്ത് സംസാരിക്കണമെന്ന് ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ ഞാനിവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിൽ ഏതൊരു കാര്യവും പെർഫെക്ഷനോട് കൂടി നമ്മൾ തുടങ്ങണമെങ്കിൽ, അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ, ഏതൊരു കാര്യത്തിനും പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ 3 കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് ചെറുതാണെന്നൊക്കെ തോന്നുമായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ ഒരു വീഡിയോ. ഒരു പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് സ്വന്തം മനസാക്ഷിയോട് നമ്മൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ ഒരു പ്ലാനുമായി മുന്നോട്ട് പോകാൻ മാനസികമായിട്ട് ഞാൻ ഓക്കെ ആണോ എന്ന് സ്വയം ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. നിങ്ങൾ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങളിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളൊരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാനസികമായി ഞാൻ ഓക്കെ ആണോ എന്ന് എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത്? സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചടക്കേണ്ടതാണ്. അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചടക്കാൻ മാത്രമുള്ള വരുമാനം നിലവിൽ എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടോ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ടോ? ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ സമയത്ത് ഇനി എനിക്ക് ഒരു വീടിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്താൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഏതൊരു കാര്യം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് മാനസികമായി ഞാൻ ഓക്കെ ആണോ എന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട്. നിങ്ങളെ ഒരു വിവാഹം നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ നിർബന്ധിക്കുന്നുണ്ടാകും. പ്രായമൊക്കെ ആയില്ലേ, ഇനി പെട്ടെന്ന് വിവാഹമൊക്കെ നടത്തേണ്ടതില്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ എന്നുള്ളൊരു ഫോഴ്സൊക്കെ നിങ്ങളുടെ ചുറ്റിൽ നിന്നും ഉണ്ടാകും. പക്ഷേ നിങ്ങളാണ് ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കാൻ പറ്റണം, മാനസികമായിട്ട് ഞാൻ ഓക്കെ ആണോ, വിവാഹം കഴിക്കാൻ ഞാൻ ഓക്കെ ആണോ എന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട്.
സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, ആരോഗ്യകരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആലോചിച്ചിട്ട് മാനസികമായിട്ട് ഞാൻ ഓക്കെ ആണ് എന്ന് സ്വയം പറയാൻ കഴിയുന്നിടത്ത് മാത്രമേ ഒരു പ്ലാനിങ്ങുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം, നമ്മളൊരു പ്ലാനൊക്കെ ചെയ്തു, മാനസികമായിട്ട് നമ്മൾ ഓക്കെയാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായി. എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ടാകും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ, മുൻകൂട്ടിയുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. നമുക്കതിനും ഒരു ഉദാഹരണം നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഇന്ത്യ തിരിച്ചടിക്കാൻ വേണ്ടി നിൽക്കുന്നു, പാകിസ്ഥാൻ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ മാനസികമായിട്ട് ഓക്കെയാണ് എന്ന്, അല്ലേ? ഫൈറ്റ് ചെയ്യാൻ, ഏത് തരത്തിലുള്ള ഫൈറ്റ് ചെയ്യാനും ഇന്ത്യ ഓക്കെയാണ് എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. എന്തിനാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ മാനസികമായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. മാനസികമായിട്ടൊക്കെ നമ്മൾ ഓക്കെയാണ്. പക്ഷേ നമുക്കറിയാം, നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ തിരിച്ച് ഇങ്ങോട്ടുള്ള ആക്രമണവും പ്രതിരോധവും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിരിച്ചടിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കൂടുതൽ കാഷ്വാലിറ്റികളുണ്ടാകും, കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ടാകും എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, ഏതൊരു കാര്യവും പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്, മാനസികമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും തയ്യാറെടുത്ത് മാനസികമായിട്ടൊക്കെ നമ്മൾ ഓക്കെയാണ് എന്ന് പറയുമ്പോഴും എന്തെല്ലാം പ്രശ്നങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കില്ലെങ്കിൽ ഒരുപക്ഷെ പകുതിക്ക് വെച്ച് വലിയ പരാജയങ്ങളും തിരിച്ചടികളും നമുക്ക് നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കി, മാനസികമായിട്ടൊക്കെ ഓക്കെയാണ് ആ ബിസിനസ് ചെയ്യാൻ, എല്ലാം തീരുമാനിച്ചു, റെഡിയായി. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഒരുപക്ഷെ എല്ലാ പണവും എടുത്ത് ചെലവഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കാം ഈ ബിസിനസ് റൺ ചെയ്ത് തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ അത് സാധനങ്ങളൊക്കെ സെയിലായി ഒരു വരുമാനം നമുക്ക് തിരിച്ചു കിട്ടുന്നതിന് മുമ്പും നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ കുറേ കാര്യങ്ങളുണ്ട്. ഷോപ്പിന് കറണ്ട്, ഇലക്ട്രിസിറ്റി ചാർജ്, മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള എക്സ്പെൻസ് അതൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ വീടിൻ്റെ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റണം. ഇതൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലായിടത്തും ആദ്യമേ ചിലവാക്കി ഒരു വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ്, ഒരു ബിസിനസ് റൺ ചെയ്ത് പ്രോഫിറ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്തുണ്ടാവണം, ഒരുപാട് കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങളും ചെയ്ത് പൂർത്തിയാക്കാനുണ്ടാവും. അത് ചെയ്ത് പൂർത്തിയാക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി ഒരുക്കിയിട്ടാവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ബിസിനസ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ മുൻകൂട്ടി നമ്മുടെ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഏതൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വലിയ കുഴിയിലേക്ക് ചെന്നുപെടുമെന്നുള്ളതാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഏതൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ വേണ്ടത് മാനസികമായിട്ട് ഞാൻ ഓക്കെ ആണോ എന്ന് സ്വയം വിലയിരുത്തുക. അതിനുശേഷം ഈ പ്ലാനിങ്ങുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കാം. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി പറയാനുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം കറേജ് എന്നതിനെക്കുറിച്ചാണ്, ധൈര്യത്തെക്കുറിച്ച്. ഈ രണ്ട് കാര്യത്തെയും എങ്ങനെയാണ് ധൈര്യം കണക്ട് ചെയ്യുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, എത്ര വലിയ പ്ലാനിങ് നടത്തിയാലും, എത്ര വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാലും, എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാലും 100% ഗ്യാരണ്ടിയൊന്നും നമുക്ക് ഒരു കാര്യത്തിനും നൽകാനാവില്ല. വിജയിക്കും എന്ന കാര്യത്തിൽ 100% ഗ്യാരണ്ടി ഈ ലോകത്തിൽ ഒന്നിനും നമുക്ക് നൽകാനാവില്ല. 1% ആണെങ്കിൽ പോലും
അവിടെ പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം. കാരണം ജീവിതം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു കലവറയാണ്. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ കണക്ക് കൂട്ടലുകൾ പോലെ മുന്നോട്ട് പോകണമെന്ന ഒരുറപ്പുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാലും ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കാം. അങ്ങനെ പരാജയപ്പെട്ടാലും വീണ്ടും എൻ്റെ ലക്ഷ്യത്തിലേക്ക് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകും എന്ന് സ്വയം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നിടത്താണ് ഒരു പ്ലാനിങ് യഥാർത്ഥ സക്സസ്സിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുന്നത് അപ്പോഴാണ്. ആ മെൻറ്റാലിറ്റി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയാലും പരാജയപ്പെട്ടാലും വീണ്ടും ശ്രമിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട് എന്ന് സ്വയം പറയാൻ പറ്റണം. അതാണ് ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജീവിതത്തിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. 1, നമ്മൾ മാനസികമായിട്ട് ഓക്കെ ആണോ എന്ന് സ്വയം വിലയിരുത്തുക. 2, മുൻകൂട്ടിയിട്ട് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. 3, ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും എല്ലാം തയ്യാറായാലും പരാജയത്തിനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നാലും അതിനെ മറികടന്നുകൊണ്ട് വീണ്ടും പരിശ്രമിക്കുവാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുകയും ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ പ്ലാനിങ്ങുമായി മുന്നോട്ട് പോകാം. ഏത് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് യാത്ര ചെയ്യാം. അതേറെക്കുറെ വിജയിക്കും എന്നതാണ് യാഥാർത്ഥ്യവും. ഈ ലോകത്ത് വിജയിച്ചു കൊണ്ടിരിക്കുന്നവരും വലിയ വിജയം ഉണ്ടാക്കി വരും. ഇങ്ങനെയുള്ള മാനസികമായ ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ 3 കാര്യങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. മികച്ച പ്ലാനിങ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടത്താൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.